സർവമായ അഖിൽ സത്യൻ രചനയും സംവിധാനം നിർവഹിച്ച് നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ്, പ്രീതി മുകുന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ഫാന്റസി കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത് പ്രഭേന്ദു എന്ന സംഗീതജ്ഞന്റെ കഥയാണ്. അയാളുടെ ലൈഫിലേക്ക് വളരെ അവിചാരിതമായിട്ട് ഒരു പെൺകുട്ടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പടം പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കിടിലൻ ഫീൽ ഗുഡ് ഫാന്റസി പടമാണ് സർവമായ. പേഴ്സണലി എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ചിരിച്ചു കേട്ടോ. അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോ വരണ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പാച്ചുവും അത്ഭുത വിളക്കും ഈ പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വർക്കാകും. ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചെറിയ ഫീൽ ഗുഡ് ഐറ്റം എന്ന് പറയാം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫീൽ ഗുഡ് പടം കണ്ടിങ്ങനെ മനസ്സ് നിറയുന്നത് എന്നൊക്കെ പറയാം. ഒട്ടും എനിക്ക് ബോറടിച്ചേ ഇല്ല. ഇന്റർവെൽ ആകുന്നതും തീരുന്നതും ഒന്നും അങ്ങനെ അറിഞ്ഞില്ല. നല്ല ഫീൽ ഗുഡ് മൂവീസ്, ഫാമിലി ഡ്രാമാസ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ല എന്ന് സർവമായ തെളിയിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ഫാമിലിയോടൊത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പടമാണ് സർവമായ. ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് സിനിമകളൊക്കെ പറയാൻ സത്യനന്ദിക്കാട് ഫാമിലി എപ്പോഴും ബെസ്റ്റ് ആണെന്ന് ഓണത്തിന് സത്യനന്ദിക്കാട് തെളിയിച്ചതുപോലെ ഇത്തവണ മകനും വീണ്ടും തെളിയിച്ചു എന്ന് പറയാം. ഇതൊരു കോമഡി പ്രേതപടമാണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രേതകഥ അല്ലെങ്കിൽ ഒരു പ്രേതമാണ് ഈ പടത്തിലുള്ളതെന്ന് പറയാം. അത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, അറപ്പും അയ്യയും ഒന്നും തോന്നാത്ത വിധത്തിൽ നീറ്റ് ആയിട്ടുള്ള കുടുംബത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമഡി, നല്ല മ്യൂസിക്, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പടത്തിന്റെ ഇമോഷണൽ പോർഷൻസ് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ടൈറ്റിൽ ഈ പടത്തിന്റെ കഥയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പ്രഭേന്ദു നമ്പൂതിരി എന്ന കഥാപാത്രമായിട്ടാണ് നിവിൻ പോളി വരുന്നത്. കുറെ നാളുകൾക്ക് ശേഷം പുള്ളി ഒരു ഫുൾ ഫോമിൽ തിരിച്ചെത്തിയ പടമാണെന്ന് എനിക്ക് തോന്നി. ഒരു റിയൽ കംബാക്ക് എന്ന് പറയാം. നിഷ്കളങ്കമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു തമാശയും ചിരിയുമായിട്ടൊക്കെ വരുന്ന നിവിൻ പോളിയുടെ ഒരു പഴയ സ്റ്റൈലിലുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും സ്ക്രീനിൽ കാണുന്ന പോലെയാണ് തോന്നിയത്. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. എനിക്കിതിൽ ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസുമായിട്ട് നന്നായിട്ട് കണക്ട് ആവുകയും ചെയ്തു. പേഴ്സണലി എനിക്ക് കുറെ കാര്യങ്ങൾ കൊണ്ട് ആ കഥാപാത്രത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ എത്തീസ്റ്റ് കാരണങ്ങളൊക്കെ ഞാനും ഒരു യുക്തിവാദി അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് സ്റ്റൈലിലേക്ക് പോകാൻ ഇതുപോലെയൊക്കെ ഉള്ള ഒരു കാരണമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വർക്കായി. അടുത്ത പ്രധാന കഥാപാത്രം ഡെലൂലു എന്ന നായിക വേഷമാണ്. കിടിലൻ റോളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോളാണ്. പുതുമുഖമായിട്ടുള്ള റിയ ഷിബു ആണ് റോള് വന്നത്. ഇതിൽ നിവിൻ പോളിക്കൊപ്പമോ അല്ലെങ്കിൽ മേലെയുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയാം. തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. ഒരു ജെൻസി ക്യാരക്ടർ. ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷൻസും എല്ലാം പക്ക നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമില് പക്കാവട എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പെങ്കൊച്ചിന്റെ ആ കുട്ടിയുടെ ഒക്കെ ഒരു സംഭാഷണ രീതി, ഒപ്പം നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ഒരു ലുക്കും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വന്ന ഒരു കുട്ടിയാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് റിയ ഷിബു ഒരു വാഗ്ദാനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നല്ല നല്ല റോളുകളൊക്കെ വരട്ടെ. അതുപോലെ തന്നെ നിവിനും ഈ കുട്ടിയും തമ്മിലുള്ള കെമിസ്ട്രിയും രസകരമായിട്ടുണ്ടായിരുന്നു. ഒരു ഓഡ് ആയ എന്നാൽ ക്യൂട്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. വളരെ ചെറിയൊരു റോളായിരുന്നെങ്കിലും പ്രീതി മുകുന്ദനും നൈസ് ആയിരുന്നു. പുള്ളിക്കാരുടെ ഡാൻസിനൊക്കെ വളരെ നല്ല ഗ്രേസ് ഉണ്ട്. അതുപോലെ നിവിന്റെ കസിനും കൂട്ടുകാരനുമായ രൂപേഷ് നമ്പൂതിരിയായിട്ട് വരുന്നത് അജു വർഗീസ് ആണ്. ഇവരുടെ ആ ഒരു പഴയ കെമിസ്ട്രി വീണ്ടും വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്ന് തോന്നി. വെല്ലിച്ചനായിട്ട് വരുന്ന ജനാർദ്ദനൻ ചേട്ടന്റെ സാന്നിധ്യവും പടത്തിന്റെ കരുത്താണ്. പഴയ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കോമഡിയും ഇതിലും വർക്കാകുന്നുണ്ടായിരുന്നു. അച്ഛനായിട്ട് വന്ന രഘുനാഥ് പലേരിയുടെ കഥാപാത്രവും മികച്ചതാണ്. ക്യാമിയോ റോൾ ആണെങ്കിലും പ്രിയ പ്രകാശ് വാര്യരുടെ കഥാപാത്രം രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽഫോൻസ് പുത്രന്റെ ഒറ്റ സീനേ ഉള്ളൂവെങ്കിലും പുത്രൻ നമ്മളെ ചിരിപ്പിച്ചു എന്ന് പറയാം. അൽതാഫ് സലീം, മധു വാര്യർ, അരുൺ അജികുമാർ, വിനീത് തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ശരൺ വേലായുധന്റെ ക്യാമറ, സംവിധായകൻ അഖിൽ സത്യന്റെ തന്നെയാണ് എഡിറ്റിംഗ്. രണ്ടും ഓക്കെ ആയിരുന്നു. പക്ഷെ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് ജസ്റ്റിൻ പ്രഭാകരൻ ഒരുക്കിയ മ്യൂസിക് ആണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടുകളായാലും സിനിമയുടെ ഒരു ഫീൽ ഗുഡ് സ്വഭാവം ഏറ്റവും നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുള്ളതിന്റെ മ്യൂസിക് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ട്യൂൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സീനും പാട്ടും ഉണ്ട്. ആ പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഈ ബാക്ക് സ്റ്റോറി ഒക്കെ വരുമ്പോൾ പല പ്രേതകഥകളുടെയും ഇതുപോലെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള ഡെലൂലു ക്യാരക്ടേഴ്സിന്റെയും ഒക്കെ ഒരു സെയിം അവസ്ഥ തന്നെയാണ് ഇതിലും ഉണ്ടായിരുന്നെന്ന് പറയാം. അത്തരം പ്രേതകഥ ക്ലീഷകളൊക്കെ ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരുന്ന രീതിയും കഥാപാത്രത്തെ അപ്ഡേറ്റ് ആക്കിയിട്ടുമുണ്ട് എന്നുള്ളതല്ലാതെ ബാക്ക് സ്റ്റോറി ഒക്കെ വരുമ്പോൾ ആ ഒരു സംഭവം സൊല്യൂഷനും എല്ലാം സെയിം ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലീഷ ആയിട്ടുള്ള കാര്യം തന്നെയായിട്ട് തോന്നി. പിന്നെ ഈ ദൈവവും പ്രേതവും എന്ന് പറയുന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, രാത്രി പകൽ എന്നൊക്കെ പറയുന്ന പോലെ. ഇങ്ങനെ ഒരു കഥയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും എത്തീസ്റ്റുകളെ തിരിച്ച് ദൈവവിശ്വാസികളാക്കാനുള്ള ഒരു സോ കോൾഡ് വിശ്വാസ കൗൺസിലിംഗ് പോലെ ഇടയ്ക്ക് പടത്തിൽ ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിൽ തെറ്റൊന്നും പറയാനില്ല. പിന്നെ പൊതുവെ സത്യനന്ദിക്കാടിന്റെയും മക്കളുടെയും ഒക്കെ പടങ്ങളിൽ സ്ഥിരമുള്ള തറവാടിത്തം, ദൈവവിശ്വാസം, ഉന്നത കുലജാതരുടെ കഥ, ഈ ഒരു വൈബ് ഇതിലും കുറെ പേർക്കെങ്കിലും തോന്നിയാലും അതും തെറ്റൊന്നും പറയാൻ പറ്റില്ല. മൊത്തം ടോട്ടലിൽ ഒരു നല്ല ഫീൽ ഗുഡ് ഫാന്റസി കോമഡി പടമാണ് സർവമായ. എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഈ ഒരു അവധിക്കാലത്ത് ഫാമിലിയോടൊത്ത് കാണാൻ പറ്റുന്ന, കുട്ടികളോടൊത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു.
നിലവില്. യാതൊരുവിധ ഡബിൾ മീനിങ് കോമഡിയോ ഒന്നും പടത്തിലില്ല. ഈ റേപ്പ് ജോക്സും അല്ലെങ്കിൽ പീഡോ ജോക്സും ഒക്കെ വെച്ചിട്ട് കോമഡി ആണെന്ന് പറഞ്ഞ് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ടൈപ്പ് നിലവാരം കുറഞ്ഞ പഴത്തുള്ളി തമാശകളും ഒക്കെ ആയിട്ട് ഓരോരോ അപരാധങ്ങൾ വരാറുണ്ടല്ലോ. അതൊക്കെ പടച്ചു വിടുന്നവര് അതൊന്നുമില്ലാതെ എങ്ങനെ ചിരിപ്പിക്കാം എന്നുള്ളത് ഈ പടം കണ്ടൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രേതം വരെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു, നിങ്ങളും ആയിക്കോളൂ. അതുപോലെ മിലേനിയൽ ആണെങ്കിലും ജെൻസി ആണെങ്കിലും ഒരു പ്രേതമെങ്കിലും ഒക്കെ കൂട്ടുള്ളത് നല്ലതാണ് കേട്ടോ. ഇവിടെ അതുപോലും ഇല്ല. 2 മണിക്കൂർ 26 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ കാര്യം ഈ പടത്തിൽ ആരും ചോദിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഡയറക്ടർ ആരാണെന്ന് മിക്കവർക്കും അറിയാമായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.